സക്കീർ, മിഷൻ സക്സസ് ആണല്ലോ അല്ലേ? യെസ് മാഡം. ഷൈജൻ, എങ്ങനെയുണ്ട് പ്രോഗ്രസ്? മാധവന്റെ ഫാമിലിയെ ഞാൻ ആശുപത്രിയിൽ മീറ്റ് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ മാഡം. നല്ല തുടക്കമായിരുന്നു മാഡം. ഓക്കെ. ഗിരിയുടെ വീട്ടിൽ പോയതും നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാം ചേർത്തൊരു ബ്രീഫ് റിപ്പോർട്ടാണിത്. ഓ ഗുഡ്. നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് കേസായിട്ട് മാറാൻ പോകുന്ന ഒന്നാണ് മീര വധക്കേസ്. അത് കൃത്യമായിട്ട് തെളിയിക്കുക എന്നതിനപ്പുറം അത് എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളിടത്താണ് വെല്ലുവിളി. ആ വെല്ലുവിളി വിജയിപ്പിക്കാൻ ഞങ്ങൾ മാഡത്തിനൊപ്പം ഉണ്ടാവും. എന്നോടൊപ്പമല്ല, നമ്മൾ ഒരുമിച്ച്. മാഡം ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഒറ്റ നോട്ടത്തില് എന്താണ് സക്കീറിന് മനസ്സിലായത്? പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാവരും തന്നെ സംശയത്തിന്റെ മുനയിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാഡം. ഷൈജനോ? ദേവികയുടെ മിസ്സിംഗിലാണ് നമ്മുടെ ഫോക്കസ് എത്തേണ്ടത്. ദേവികയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മാഡം. ദേവികയിലേക്ക് അന്വേഷണം തുടങ്ങേണ്ടിയിരിക്കുന്നു മാഡം. ഓക്കെ. അപ്പോ നാളെ മുതൽ നമ്മൾ മീര മർഡർ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഓരോ കഥാപാത്രങ്ങളെയായിട്ട് കണ്ടു തുടങ്ങുന്നു. ഓക്കെ? ഓക്കെ മാഡം. ദേവികയെ കാണാതായിട്ട് എത്ര ദിവസമായി? ആരും ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലേ? അതെ, ഞാനും അതാ ആലോചിക്കുന്നേ. നന്ദൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഭാര്യയെ കാണാതായ ഒരാൾ വീട്ടിലും പരിസരത്തും തന്നെ കിടന്ന് കറങ്ങാന്ന് വെച്ചാ നന്ദൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ലക്ഷ്യമില്ലാതെ അലയണോ? അതോ ആത്മഹത്യ ചെയ്യണോ? അന്വേഷണം നടത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുക, അത് മാത്രമേ ഒരാൾക്ക് ചെയ്യാനുള്ളൂ. അത് എന്താ ചെയ്യുന്നുണ്ട്. ഗിരി, ദേവിക എന്തിനായിരിക്കും ഒളിച്ചു പോയത്? ദേവികയായിട്ട് ഒളിച്ചു പോയതാണെന്ന് എങ്ങനെ തീർച്ചപ്പെടുത്താൻ പറ്റുമേ? അടിമുടി ദുരൂഹതയാണ് അന്ന് ചന്ദ്രോത്ത് നടന്ന സംഭവങ്ങൾ. പ്രകടമായി ഒരു കുഴപ്പമോ അവിടെ പങ്കെടുത്താർക്കും കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടി അവിടെ എന്തൊക്കെ നടക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ എല്ലാറ്റിനും ഒരു ഉത്തരം കിട്ടുമേ. ദേവികയെ നന്ദിന് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.